ഒരു മാവിൽ തന്നെ വിദേശ മാങ്ങയടക്കം 80-ലധികം വ്യത്യസ്ത മാങ്ങകൾ വിളയിച്ചിരിക്കുകയാണ് കാരശ്ശേരി കറുത്തപറമ്പ് സ്വദേശി പൊയിലിൽ അബ്ദു എന്ന കർഷകൻ. തൻ്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് ഈ കർഷകൻ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്നത്. 125-ലധികം വ്യത്യസ്ത പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷിയുണ്ട്. ഒരു മാവിൽ തന്നെ വിദേശ മാങ്ങയടക്കം 80-ലധികം വ്യത്യസ്ത മാങ്ങകൾ വിളയിച്ച ഒരു കർഷകനുണ്ട് മലയോര മേഖലയിൽ. കാരശ്ശേരി കറുത്തപറമ്പ് സ്വദേശി പൊയിലിൽ അബ്ദു എന്ന അബ്ദുറഹ്മാൻ. മാവിൻ്റെ കാര്യത്തിൽ ഏത് സംശയവും തീർക്കാൻ പറ്റുന്ന ഒരു എൻസൈക്ലോപീഡിയ കൂടിയാണ് അബ്ദു. തൻ്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് ഈ കർഷകൻ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നടത്തുന്നത്. വീട്ടുമുറ്റത്തുള്ള മാവിനാണ് മറ്റു മാവുകളിൽ നിന്നും ഏറെ പ്രത്യേകതയുള്ളത്. ഈ മാവിലാണ് 80-ലധികം വ്യത്യസ്ത മാങ്ങകളുമുള്ളത്. അതിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും വിദേശത്തെയും അടക്കം മാങ്ങകളുണ്ട്. തായ്ലൻഡിലെ നാംഡോക് മെയ്, ബനാന മാംഗോ, അമേരിക്കൻ റെഡ് പൾമർ തുടങ്ങിയ മാങ്ങകൾക്ക് പുറമെ ഇന്തോനേഷ്യ, തായ്വാൻ, കംബോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കിങ് ഓഫ് ചക്കപ്പത്ത്, ഗ്രാമ്പു, കാറ്റിമോൻ തുടങ്ങിയവയ്ക്കൊപ്പം അബ്ദുവിൻ്റെ സുഹൃത്ത് ജിജോ ബഹ്റൈനിൽ നിന്നും കൊണ്ടുവന്ന മാവിൻ്റെ കൊമ്പിൽ നിന്നും ഉണ്ടാക്കിയ മാങ്ങയടക്കം ഏകദേശം 50ഓളം വിദേശ ഇനത്തിൽപ്പെട്ട മാങ്ങകൾ തന്നെ ഇവിടെയുണ്ട്. കൂടാതെ പേരറിയാത്ത ഇനങ്ങളുമുണ്ട്. മാവിൻ്റെയും മാങ്ങയുടെയും കാര്യത്തിൽ റിസർച്ച് നടത്തുന്ന അബ്ദു ഇതിനോടകം മാവുകൾ തേടി നിരവധി രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ചേലമാവാണ്, നമ്മുടെ മദർ പ്ലാന്റ്. അതിന് നമ്മൾ ഏകദേശം ഒരു 80ഓളം വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാങ്ങയാണ് ഇത്. ബനാന മാംഗോ, ചന്ദ്രകാരന്, കുളമ്പ്, കോട്ടർക്കോളം, നമ്മളടുത്തുള്ള മാക്സിമം വെറൈറ്റി. പിന്നെ പുറത്തുള്ള ഒരുപാട് വിയറ്റ്നാമിൻ്റെ മാവുണ്ട്, VN15, കുറേ പേരറിയാത്ത അറിയാവുന്ന ഒരുപാട് മാങ്ങകൾ. ഏകദേശം 15ഓളം അതിൽ മാങ്ങകൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ കൃഷികളോട് ഇഷ്ടമുള്ള അബ്ദുറഹ്മാൻ 15 വർഷത്തോളമായി പ്രവാസിയായിരുന്നപ്പോഴും അവിടെയും കൃഷിയിൽ സജീവമായിരുന്നു. പിന്നീട് നാട്ടിലെത്തിയ അബ്ദു മാവിൻ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ നൽകി. 20-ലധികം വ്യത്യസ്ത മാവുകൾക്ക് പുറമെ 125-ലധികം വ്യത്യസ്ത പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷിയുണ്ട്. പ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലൂടെയാണ് കൃഷി. അതുകൊണ്ട് തന്നെ 20% പഴങ്ങളും പച്ചക്കറികളും പക്ഷികൾക്കുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിളവെടുക്കാറുള്ളൂ. വിളവെടുക്കുന്ന ദിവസം കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള സുഹൃത്തുക്കൾ അബ്ദുവിൻ്റെ വീട്ടിലെത്തും. വരുന്നവർ വയറു നിറച്ച് വ്യത്യസ്തമായ മാമ്പഴം കഴിച്ചാണ് മടങ്ങുക. ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഭ്രാന്തി, മാവിനോടുള്ള ഭ്രാന്തി ചെറുപ്പത്തിലുള്ളൊരു ശീലമാണ്. ഇത് ഏകദേശം ഒരു 80ഓളം വെറൈറ്റി ഇതിമേൽ ഗ്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞില്ല. ഇത് മൊത്തത്തിൽ 125 വെറൈറ്റി നിലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ. അതിൽ ഏകദേശം ഇപ്രാവശ്യം ഒരു 28 വെറൈറ്റി മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഇവിടെ മാങ്ങ ഫസ്റ്റ് നടക്കുന്നുണ്ട്. മാങ്ങ നട്ട് പഠിക്കാൻ ആൾക്കാർക്ക് വരിക. അത് നമ്മൾ പറിച്ചിട്ട് ഒരു ടേബിളിൽ വെക്കുന്നതിന് നല്ലത് മാവിൽ തന്നെ കാണുന്നതാണല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റാണ് ഇന്ന്. നമ്മളൊരു അടിച്ചുപൊളി പറയും, അതിൻ്റെ ടേസ്റ്റ് നോക്കലും കാര്യങ്ങളുമാണ്. പക്ഷേ നമ്മൾ ഈ കായ്ച്ച മാവിൻ്റെ മുകളിൽ നിന്നാണ് കമ്പെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ 100% കേരളത്തിലെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന മാവുകൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഉത്തരേന്ത്യൻ മാവുകളുണ്ട്, ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്, കായ്ക്കാത്ത മാവുകളുണ്ട്. കായ്ക്കാത്തൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് ഒഴിവാക്കിയിട്ട് വേറെ അതിന് മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തു. കേരളത്തിലെ എല്ലാത്തരം മാവുകളും ഒരു തോട്ടത്തിൽ തന്നെ ഉണ്ടാവുക എന്ന ആഗ്രഹമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞതെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ഹാമിദ് അലി പറയുന്നു. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് കേരളത്തിലെ എല്ലാ ഇനം മാവുകളും ഒരു തോട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. നാട്ടുമാവുകൾ തൊട്ട് വിദേശ ഇനം മാവുകൾ വരെ, ഇന്ത്യയിലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെയുള്ള മുകള മാങ്ങകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഹിമാപസന്ത് തൊട്ട് കോട്ടൂർക്കോണം വരെ, അല്ല നമ്മളെ നാടൻ ഉളറ് തൊട്ട് മൂവാണ്ടൻ വരെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. അതന്നെ ഒരു മാവിൽ തന്നെ വെറൈറ്റി ഉണ്ട്, ഈ തോട്ടത്തിൽ തന്നെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെ നാട്ടുകാർക്ക് ആഹരിക്കാനും രുചിക്കാനും ഒക്കെ ആയിട്ട് അവസരങ്ങൾ ഒരുക്കും. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഉണ്ടാവാത്ത മാവുകൾ ഇവിടെ വേണ്ട, അത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ മണ്ണിന് പറ്റുന്നത്, ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ മണ്ണായിരിക്കില്ല നമ്മൾ വയനാട് ചെന്നാണ്ടാവുക. അപ്പോൾ വയനാട്ടിലെ മാവെടുത്ത് കോഴിക്കോട്ടെ മാവെടുത്തിട്ട് കണ്ണൂരിലോ ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം മണ്ണറിഞ്ഞും നമ്മുടെ ചൂടും കാലാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടും ചെടികൾ കിട്ടും എന്നുള്ളതാണ് ഈ നഴ്സറിയിൽ അബ്ദുഖാൻ്റെ അടുത്ത് വന്നുള്ള ഗുണം. മാവുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചെന്നും ഇത്തരം കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്നും വയനാട്ടിൽ നിന്നെത്തിയ മാമ്പഴപ്രേമി ഡോക്ടർ ഫായിസ് പറയുന്നു. മാമ്പഴത്തെക്കുറിച്ച് ഏത് സമയത്തും ഏത് സംശയവും തീർക്കുവാനും
അബ്ദു ഒരുക്കമാണ്. ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ മാങ്ങാപ്പൊയിൽ ഗ്രൂപ്പിൽ അംഗമാണ്. അപ്പോൾ അബ്ദുക്ക് ഇന്നലെ ഒരു വോയിസ് ഇട്ടിരുന്നു മാങ്ങ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എത്തി. ഒരു 10-30ഓളം വെറൈറ്റി ഇപ്പോൾ ടേസ്റ്റ് ചെയ്തു. അടിപൊളി മാങ്ങകളാണല്ലോ, നല്ല അനുഭവമാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.